ആളുകളുടെ അശ്രദ്ധയും കള്ളന്മാരുടെ ശ്രദ്ധയും കൂടിച്ചേരുമ്പോഴാണ് മോഷണമുണ്ടാകുന്നത്. 7-8 വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം നഗരത്തിൽ മോഷണങ്ങളുടെ ഒരു പരമ്പര തന്നെ അരങ്ങേറി. സാധാരണ വീട് കുത്തി തുറന്നും ജനൽക്കമ്പി വളച്ചും ഓടിളക്കിയുമൊക്കെയാണ് കള്ളന്മാർ മോഷണം നടത്തുന്നതെങ്കിൽ ഈ മോഷണ രീതി വ്യത്യസ്തമായിരുന്നു. റോഡിൽ നോട്ട് വിതറും. ഇങ്ങനെ റോഡിൽ വീഴുന്ന നോട്ടിൽ ശ്രദ്ധ തിരിയുമ്പോഴേക്കും ഇരയുടെ കയ്യിലുള്ള എന്തെങ്കിലും മോഷ്ടിച്ചിരിക്കും. ഇതായിരുന്നു ആ മോഷണത്തിൻ്റെ രീതി. ഇങ്ങനെയുള്ള മോഷണങ്ങൾ പെരുകി വന്നപ്പോൾ കള്ളന്മാരെ പിടിക്കാനുള്ള ചുമതല തിരുവനന്തപുരം സിറ്റി ഷാഡോ പോലീസ് ടീമിന് കിട്ടി. 16 ദിവസം, വെറും 16 ദിവസങ്ങളെ വേണ്ടി വന്നുള്ളൂ. കള്ളന്മാരുടെ ഒപ്പം നിഴൽ പോലെ കൂടി തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിൽ നിന്ന് കൃത്യം 16-ാം പക്കം ഷാഡോ പോലീസ് സംഘത്തലവനെ പൊക്കി. ഒരു ദീപാവലിക്കാലത്തായിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ ഒരു ജുവലറിക്ക് മുന്നിൽ മോഷണം നടക്കുന്നത്. ഒരിടത്തേക്ക് കൊണ്ടുപോകാനായി ഈ ജുവലറിയുടെ തന്നെ വാഹനത്തിൽ വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപയാണ് ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ച് കള്ളന്മാർ കൊണ്ടുപോയത്. ഇതുപോലെയുള്ള മോഷണങ്ങൾ ആ സമയത്ത് തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നു. 2014-ൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് 2 ലക്ഷം രൂപ മോഷണം പോയി. ആ മോഷണത്തിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു. ഈ ജുവലറിയുടെ മുന്നിൽ നടന്ന മോഷണത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് കിട്ടി. സംസ്ഥാനത്തെ പല പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടന്നതായി പരാതികൾ കിട്ടിയിരുന്നു. എന്നാൽ കള്ളന്മാരെക്കുറിച്ച് മാത്രം യാതൊരു സൂചനകളും കിട്ടിയില്ല. വളരെ തിരക്കുള്ള ഒരിടത്ത് 1 മിനിറ്റിനുള്ളിൽ കവർച്ച നടത്തിയിട്ട് രക്ഷപ്പെടണമെങ്കിൽ കൃത്യമായ ആസൂത്രണം വേണം. മാത്രമല്ല, മോഷ്ടാവ് അതിസമർത്ഥനുമായിരിക്കണം. ഒരാൾ മാത്രമായിരിക്കില്ല ഈ സംഘത്തിലുള്ളത്, ഒന്നിലേറെ പേരുണ്ടായിരിക്കാം. ഇതായിരുന്നു പോലീസിൻ്റെ നിഗമനം. ഇത്തരത്തിലുള്ള മോഷണങ്ങൾ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ടോ എന്നായി പോലീസിൻ്റെ പിന്നീടുള്ള അന്വേഷണം. ആ അന്വേഷണത്തിനിടയിൽ തമിഴ്നാട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരിൽ നിന്ന് കേരള പോലീസിന് ഒരു വിവരം കിട്ടി. ഇതേ രീതിയിൽ മോഷണം നടത്തുന്ന സംഘങ്ങൾ തൃശ്ശിനാപ്പള്ളിയിലുണ്ട്. ആദ്യം നോട്ടുകൾ നിലത്ത് വിതറി ആളുകളുടെ ശ്രദ്ധ മാറ്റും. ഇങ്ങനെ ശ്രദ്ധ മാറുന്നതിനിടയിൽ മോഷണം നടത്തി സംഘം രക്ഷപ്പെട്ടിരിക്കും. ഇങ്ങനെ ലക്ഷങ്ങൾ വരെ ഇവർ മോഷ്ടിക്കും. ഡൽഹിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വജ്രങ്ങൾ മോഷ്ടിച്ചവർ പോലും തൃശ്ശിനാപ്പള്ളിയിലെ ആ ഗ്രാമത്തിലുണ്ടെന്നുള്ള വിവരവും തമിഴ്നാട് പോലീസിൽ നിന്ന് ഷാഡോ ടീമിന് കിട്ടി. ഓരോ മോഷണത്തിനു ശേഷവും ഗ്രാമദേവതയെ പ്രീതിപ്പെടുത്താനായി പൂജ നടത്തും. മോഷണം നടത്തി സുരക്ഷിതരായി തിരിച്ചു വന്നതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ആ പൂജ. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മോഷണം നടത്തിയതിനു ശേഷം നേരെ കന്യാകുമാരിയിലെത്തും. അവിടെ കടലിലിറങ്ങി കുളിച്ച് ചെയ്ത പാപമൊക്കെ കഴുകിക്കളയും. അതാണ് അവരുടെ വിശ്വാസം. എന്നിട്ടായിരിക്കും നാട്ടിലേക്കുള്ള മടക്കം. ഈ കള്ളന്മാരിൽ ഒരാളുടെ പേരിലും നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റി കേസ് പോലുമില്ല. ഇത്രയും കാര്യങ്ങളാണ് തമിഴ്നാട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ഷാഡോ പോലീസിന് കിട്ടിയത്. അങ്ങനെ കള്ളന്മാരെ പിടിക്കാനായി ഷാഡോ ടീം തൃശ്ശിനാപ്പള്ളിയിലെ റാംജി നഗറിലേക്ക് പുറപ്പെട്ടു. നേരെ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലെത്തി. സാധാരണ അന്യസംസ്ഥാനങ്ങളിൽ ചെന്നാൽ നിസ്സഹകരിക്കുന്ന സമീപനമാണ് അവിടുത്തെ പോലീസിൽ നിന്നുണ്ടാകുന്നത്. കാരണം മോഷണ മുതലിൻ്റെ ഒരു പങ്ക് പോലീസുകാർക്കും കിട്ടുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ കള്ളന്മാരെ ഒറ്റുന്ന ഒരു പരിപാടിയും അവർ ചെയ്യില്ല. എന്നാൽ റാംജി നഗറിലെ പോലീസുകാർ വ്യത്യസ്തരായിരുന്നു. ഇതൊക്കെ ഇവിടെ പതിവല്ലേ എന്ന മട്ടിലായിരുന്നു ആ പോലീസുകാരുടെ പെരുമാറ്റം. കള്ളന്മാരുടെ വീരസാഹസിക കഥകൾ അവർ പൊടിപ്പും തൊങ്ങലും വെച്ച് വിളമ്പി. കേരളത്തിലെ ഷാഡോ പോലീസ് തൃശ്ശിനാപ്പള്ളിയിൽ എത്തുമ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലെ 36 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാർ കള്ളന്മാരെ പിടിക്കാനായി അവിടെ ഉണ്ടായിരുന്നു. ഇവരെത്തുന്നതിന് ഒരാഴ്ച മുമ്പാണ് ആന്ധ്രയിൽ നിന്നുള്ള ഒരു സംഘം പോലീസുകാർ ആ ഗ്രാമത്തിലെത്തിയത്. അന്ന് വെടിയുതിർത്തുകൊണ്ടായിരുന്നു ആന്ധ്ര പോലീസ് ഗ്രാമത്തിലേക്ക് കയറിയത്. ആ ഗ്രാമത്തിലെത്തുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലീസുകാർ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരവിടെ കാലുകുത്തുമ്പോൾ തന്നെ വിവരം കള്ളന്മാരുടെ ചെവിയിലെത്തും എന്നുള്ളതായിരുന്നു. കച്ചവടക്കാരും കള്ളന്മാരുടെ പങ്കുപറ്റുന്ന പോലീസുകാരും ഒക്കെയായിരിക്കും ഇങ്ങനെ വിവരം ചോർത്തി കൊടുക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പോയ ഷാഡോ പോലീസിൻ്റെ നീക്കവും പോലീസുകാർ കള്ളന്മാർക്ക് ചോർത്തി കൊടുത്തു. ഇങ്ങനെ പലതവണ കബളിപ്പിക്കപ്പെട്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അതോടെ അവർ സ്വന്തം നിലയിൽ അന്വേഷണം തുടങ്ങി. കള്ളന്മാരുടെ ഗ്രാമത്തിലുള്ള വീടുകൾ കണ്ട് ഷാഡോ പോലീസുകാരുടെ കണ്ണു തള്ളി. മിക്കതും രമ്യഹർമ്മ്യങ്ങൾ, CCTV ക്യാമറകളും റിമോട്ട് കൺട്രോൾ ഗേറ്റുകളുമൊക്കെയുള്ള ആധുനിക സംവിധാനങ്ങൾ. എല്ലാ വീടുകളിലും വലിയ പൂജാമുറി ഉണ്ടാകും. പിന്നെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളും. മിക്ക വീടുകളിലും പ്രധാന വാതിലിന് പുറമെ ഇരുമ്പ് കമ്പി കൊണ്ടുള്ള മറ്റൊരു വാതിലും ഉണ്ടാകും. ഇനി പോലീസുകാരെങ്ങാനും വന്നാൽ പെട്ടെന്ന് ചവിട്ടി തുറന്ന് അകത്ത് കയറരുത്. അതാണ് ഈ കമ്പി വാതിൽ കൊണ്ടുള്ള ഉദ്ദേശം. ചില വീടുകളിൽ ഇതിൽ കൂടുതൽ സുരക്ഷയുണ്ടാകും. ഇതെല്ലാം കണ്ട പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി: ഇത് തങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഇവിടെയുള്ള ആരെങ്കിലും ഒരാൾ വേണം സഹായത്തിന്.
അങ്ങനെ കഷ്ടപ്പെട്ട് അവർ ഒരാളെ കണ്ടെത്തി. വളരെ നിർബന്ധിച്ച് അയാളെ കൂടെ കൂട്ടി. താനെങ്ങാനുമാണ് പോലീസിന് വിവരം ചോർത്തി കൊടുക്കുന്നതെന്ന് കള്ളന്മാർ മനസ്സിലാക്കിയാൽ അതോടെ തീർന്നു ജീവിതം. ഇത്തരത്തിൽ ഒറ്റുകാരനായ ഒരാളെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കള്ളന്മാർ കൊലപ്പെടുത്തിയിരുന്നു. ഈ കള്ളന്മാരെല്ലാം തങ്ങളുടെ നാട്ടിൽ മാന്യന്മാരായിരുന്നു. ആ നാട്ടിലെന്നല്ല, ആ സംസ്ഥാനത്ത് പോലും അവർക്കെതിരെ ഒരു പെറ്റി കേസ് പോലും ഇല്ലായിരുന്നു. ഇതിൽ മിക്കവരുടെയും മക്കൾ പഠിച്ചിരുന്നത് എഞ്ചിനീയറിങ്ങിനും മെഡിസിനും ഒക്കെയായിരുന്നു. ലോഡ്ജിൽ മുറിയെടുത്തു താമസിച്ചാൽ കള്ളന്മാർ വിവരമറിയും. അതുകൊണ്ട് ഈ ഷാഡോ പോലീസ് ടീം അംഗങ്ങൾ വണ്ടിയിൽ ഇരുന്നു കൊണ്ടുതന്നെ ഉറങ്ങി. വഴിയരികിലെ വിജനമായ പറമ്പുകളിൽ പ്രാഥമിക കൃത്യങ്ങൾ നടത്തി. തങ്ങൾ അന്വേഷണം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുകയാണെന്ന് തമിഴ്നാട് പോലീസിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതൊരു തന്ത്രമായിരുന്നു. തങ്ങൾ തിരിച്ചുപോയെന്ന് പോലീസുകാർ കള്ളന്മാരോട് പറയും. ഇത് വിശ്വസിച്ച് കള്ളന്മാർ ഒളിവിടങ്ങളിൽ നിന്ന് പുറത്തിറങ്ങും. ഇതായിരുന്നു ഷാഡോ ടീമിൻ്റെ തന്ത്രം. തിരിച്ചുപോയെന്ന് തമിഴ്നാട് പോലീസിനെ വിശ്വസിപ്പിച്ചിട്ട് യഥാർത്ഥ അന്വേഷണം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ഷാഡോ സംഘത്തിന് കിട്ടിയിരുന്നു. അതോടെ ഒരു ദിവസം രാത്രി ആയുധങ്ങളുമായി ഷാഡോ സംഘം ഗ്രാമത്തിനുള്ളിലേക്ക് കടന്നു. മുൻകൂട്ടി പദ്ധതിയിട്ടിരുന്നതനുസരിച്ച് മോഷണ സംഘത്തലവൻ്റെ വീടിൻ്റെ വാതിൽ തകർത്ത് പോലീസ് അകത്തുകയറി. പക്ഷേ നിരാശയായിരുന്നു ഫലം. ആ വീടിനകത്ത് ആരുമുണ്ടായിരുന്നില്ല. അവരങ്ങനെ നിൽക്കുമ്പോഴാണ് ബാത്റൂമിൻ്റെ വശത്തായി ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നത് കണ്ടത്. അവർ ആ ഏണിയിലൂടെ മുകളിലേക്ക് കയറി. അപ്പോൾ മുകളിലായി ഒരു ചെറിയ അറ കണ്ടു. അപ്പോഴതാ ആ അറയ്ക്കുള്ളിൽ ഒരാളിരിക്കുന്നു. അത് ആ മോഷണ സംഘത്തിൻ്റെ തലവനായിരുന്നു. അയാളുടെ പേര് മിത്ര മോഹനൻ. ആ വീട്ടിലെ ആഡംബരങ്ങൾ അമ്പരപ്പിക്കുന്നതായിരുന്നു. മുറികളിൽ AC, ആധുനിക സൗകര്യങ്ങളുള്ള അടുക്കള, വില കൂടിയ ഫർണിച്ചറുകൾ, അങ്ങനെ എല്ലാത്തരം ആഡംബരങ്ങളും ആ വീട്ടിലുണ്ടായിരുന്നു. സംഘത്തലവനെ പിടികൂടിയ ശേഷം ഷാഡോ സംഘം വീട്ടിൽ തിരച്ചിൽ തുടങ്ങി. ആ തെരച്ചിലിൽ 5 ലക്ഷം രൂപ കൂടി കണ്ടെടുത്തു. മിത്രമോഹനെ കൂടാതെ മറ്റൊരു കള്ളനായ സത്യയെയും ഷാഡോ സംഘം അറസ്റ്റ് ചെയ്തു. ഇതൊന്നും അറിയാതെ ഗ്രാമവാസികൾ നല്ല ഉറക്കത്തിലായിരുന്നു. അവർ ഉണരുന്നതിന് മുമ്പ് തന്നെ പിടികൂടിയ കള്ളന്മാരെയും കൊണ്ട് ഷാഡോ ടീം മടങ്ങി. തങ്ങളെ കൂടാതെ ഗ്രാമത്തിൽ നിരവധി കള്ളന്മാരുണ്ടെന്നും അവരൊക്കെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മോഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മിത്രമോഹനനും സത്യവും പോലീസിനോട് പറഞ്ഞു. ഇന്ന് കേരളത്തിൽ ഇത്തരത്തിലുള്ള കവർച്ചകൾ വിരളമാണ്. എവിടെയും പോയി പ്രതികളെ പിടിക്കാൻ തക്കവിധം സമർത്ഥരാണ് കേരള പോലീസ്. തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിൻ്റെ മോഷണ പ്രതാപവും അസ്തമിച്ചിരിക്കുന്നു.